ഹായ് ഒരു ഇപ്പം നമുക്ക് വന്നിട്ടുള്ള അടുത്ത അടിപൊളി ചോദ്യമാണ്, ബ്രോ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണോ നല്ലത്, കാർഡിയോ ആണോ നല്ലത് എന്നുള്ളതാണ്. നല്ലൊരു ചോദ്യം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫാറ്റ് ബേണിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ ഒന്ന് നമുക്ക് കാലറി റെസ്ട്രിക്റ്റ് ചെയ്യണം. അതായത് നമ്മൾ എത്ര കാലറി നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു പോയിന്റ് മനസ്സിലാക്കിയിട്ട് കാലറി ഇൻടേക്ക് നമ്മളൊന്ന് കുറയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം കാലറി ഇൻടേക്ക് ചെയ്യുന്നുണ്ടോ അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ കാലറി ബേൺ ചെയ്യുക. ഓക്കെ, നമുക്ക് മെയിൻ ഇവിടെ അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാലറി ബേൺ ആവുന്നത് എപ്പോഴൊക്കെയാണ്. ഒന്ന്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ. രണ്ടാമത് റെസ്റ്റിംഗ് ടൈം, അതായത് അതർ ദാൻ വർക്കൗട്ട് നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. ഈ 3 ടൈമിൽ നമുക്ക് കാലറി നല്ല രീതിയിൽ ബേൺ ആവുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബേൺ ആവുന്ന എപ്പോഴായിരിക്കും, നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ, മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ കാലറി ബേൺ ആവണത് വെയിറ്റ് ട്രെയിനിങ്ങിലാണോ കാർഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാർഡിയോയിലാണ്. കാർഡിയോ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കാലറി ബേൺ ആവുന്നത്. പക്ഷേ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയം നമ്മൾ 24 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8 മണിക്കൂർ നമ്മൾ ഉറങ്ങും. ഈ ബാക്കിയുള്ളതിൽ നമുക്കൊരു 1 hour to 1.5 hour ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള മണിക്കൂറുകൾ എന്തായിരിക്കും, നമ്മൾ റെസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പം ബേൺ ആവണ കാലറിനെക്കാട്ടി കൂടുതൽ ബാക്കിയുള്ള ടൈം കാലറീസ് ബേൺ ആവണം എന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ഒരു ഫാക്ടറാണ് നമ്മുടെ ബേസിക് മെറ്റാബോളിസം റേറ്റ്. ഓക്കെ, ഈ ബേസിക് മെറ്റാബോളിസം റേറ്റ് കൂടുന്ന ആൾക്കാർക്ക് ഈ റെസ്റ്റിംഗ് ടൈമിലായാലും സ്ലീപ്പിംഗ് ടൈമിലായാലും കാലറി ബേണിംഗ് കൂടും. ഓക്കെ, അപ്പം നമുക്ക് മസിൽസ് കൂടുന്തോറും എന്താണ്, നമുക്ക് BMR കൂടുന്തോറും നമ്മൾ റെസ്റ്റിംഗ് ടൈമിലുള്ള കാലറി ബേണിങ്ങും സ്ലീപ്പിംഗ് ടൈമിലുള്ള കാലറി ബേണിങ്ങും കൂടുതലായിരിക്കും. അപ്പം കാർഡിയോ ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ എന്ന് ചോദിച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ നമുക്ക് മസിൽ മാസ് ഇൻക്രീസ് ആവത്തുള്ളൂ. മസിൽ മാസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ടൈമിൽ കാലറീസ് ബേണിങ് കൂടുതലും നടക്കത്തുള്ളൂ. ഇതാണ് എൻ്റെ ഉത്തരം. എന്നും പറഞ്ഞ് കാർഡിയോ ചെയ്യാൻ പാടില്ല, വെയിറ്റ് ട്രെയിനിങ് മാത്രമേ ചെയ്യാവൂ, അല്ല വെയിറ്റ് ട്രെയിനിങ് ആണ് അടിപൊളി എന്നല്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക.